ആരാ പോസ്റ്റിട്ട്? അതെന്താ പറയാ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താൽ പോരെ. അതാ ചോദിച്ചാ അയാൾ ആരാണ്? അതെന്താ പറയാൻ പറ്റാത്ത? അതെന്താ അത്? അതെ, അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇല്ല, എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങള് ഈ പവി കെയർടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാഥൻ അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളുള്ള ഒരാളാണ്. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥനില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചെരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണുമോ? അതിന് അയാളോട് ചോദിക്കും ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കും. നമ്മള് സിനിമ ഉണ്ടാക്കി, സിനിമ നാളെ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇലക്ഷന്റെ ദിവസമാണ്. അന്ന് നമുക്ക് ഒഴിവാണ്. നിങ്ങൾ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് വരിക. നമുക്കിത് എൻജോയ് ചെയ്യാം. ആ ഒരു മനസ്സോടുകൂടി വരിക. നമ്മൾ അടിച്ചു പൊളിക്കാം. എന്നാ അല്ലാത്ത പൊളിക്കലല്ല, നല്ല പ്രണയ കഥയാണ്. പവിത്രൻ അയാൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരവസ്ഥയിൽ അയാൾ ഒരു പ്രണയത്തിൽപ്പെടുന്നത് തന്നെയാണ് എൻ്റെ. ഇതൊരു റൊമാൻറ്റിക് കോമഡി, സസ്പെൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ള സംഭവം തന്നെയാണ്.